ഇതിൻ്റെ തളിപ്പറമ്പിലും പയ്യന്നൂരും പരാജയപ്പെടാൻ ഇടയായതിൻ്റെ ഉത്തരവാദിത്തം പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ മേലെയാണ് ഇപ്പോൾ കെട്ടിവെക്കുന്നത്. ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റി എന്നാണ് ഇപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് കബളിപ്പിക്കലാണ്. ഇത് ശരിയായ പാർട്ടി വഞ്ചനയാണ്. വസ്തുതകളും സത്യവും ജനങ്ങളിൽ നിന്നും പാർട്ടിയിൽ നിന്നും മൂടിവെക്കലാണ്. യഥാർത്ഥത്തിൽ ജില്ലാ കമ്മിറ്റിക്കാണോ തെറ്റുപറ്റിയത്? പാർട്ടിയിൽ സത്യം പറയണ്ടേ? പത്രസമ്മേളനത്തിൽ പറയുന്നില്ലെങ്കിൽ ഇനി പാർട്ടി ഘടകങ്ങൾ പറയോ? അവർ പറയുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതെന്നാണ്. അത് സാങ്കേതികമായി ശരിയാണ്. പക്ഷേ എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥികൾ വന്നത്? ഇവിടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വലിയ ആക്ഷേപം പാർട്ടിക്കകത്തുണ്ടായില്ലേ? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചിരുന്നോ? ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചിരുന്നോ? മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചിരുന്നോ? ഏതെങ്കിലും ഒരു പാർട്ടി ഘടകം ഈ സ്ഥാനാർത്ഥി അംഗീകരിച്ചിരുന്നോ? എന്നിട്ടും എങ്ങനെ ആ സ്ഥാനാർത്ഥി മത്സരരംഗത്ത് വന്നു? ആരാണ് അതിൻ്റെ ഉത്തരവാദി? ആരാണ് ആ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചത്? സ്വയം പ്രശ്നമായി പരിശോധിക്കണ്ടേ? ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയോ? ജില്ലാ കമ്മിറ്റി 2-3 പേരൊഴിച്ച് എല്ലാവരും ഈ 2 സ്ഥാനാർത്ഥിയെ എതിർത്തല്ലോ. ആ കമ്മിറ്റികളിൽ ഗോവിന്ദൻ മാഷുണ്ടല്ലോ, സംസ്ഥാന സെക്രട്ടറി. സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ. ആ ജില്ലാ കമ്മിറ്റിയിൽ അധ്യക്ഷം വഹിച്ച ഒരാളാണല്ലോ ഞാൻ. എൻ്റെ അടുത്താണല്ലോ ഗോവിന്ദൻ മാഷ് ആ കമ്മിറ്റിയിൽ ഇരുന്നത്. മാഷ മുഴുവൻ കേട്ടിട്ടുണ്ടല്ലോ. ആ ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയോ? ആ ജില്ലാ കമ്മിറ്റിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. ശരിയായ രീതിയിലാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി പറഞ്ഞത്. പക്ഷേ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറായോ? ഒരു കാരണവശാലും പയ്യന്നൂർ ആ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് പറഞ്ഞില്ലേ? ആ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിരിക്കും. നിങ്ങൾ കേട്ടോ? അപ്പോൾ ജില്ലാ കമ്മിറ്റിക്കാ പെശക് പറ്റിയത്? തളിപ്പറമ്പിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അടിമുടി വിമർശനമായിരുന്നില്ലേ? പാർട്ടിയിൽ ഉടനീളം വിമർശനമായിരുന്നില്ലേ? അപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിക്കാണോ പെശക് പറ്റിയത്? മാഷട്ടിന് അറിയാലോ, സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാലോ. പിന്നെ എന്ത് വാശിൻ്റെ പേരിലാണ് ഈ 2 പേരെ അടിച്ചേൽപ്പിച്ചത്? ഇതുപോലെയാണ് 27 പേര് നിങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതാണ് 24 തോറ്റത്. എന്തിനായിരുന്നു അത്? എന്നിട്ടിപ്പോൾ റിവ്യൂ റിപ്പോർട്ടിൽ പറയാണ് ഇത് ജില്ലാ കമ്മിറ്റിക്ക് പെശക് പറ്റിയെന്ന്. ഇനി അങ്ങോട്ട് പറയാൻ പോണതാ ധാരബലിയാടാക്കാനാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാക്കണം, ആരാണ് ഈ സ്ഥാനാർത്ഥിമാരെ നിശ്ചയിച്ചത്, നിർദ്ദേശിച്ചത്? ആ നിർദ്ദേശിച്ച ആൾ ജില്ലാ സെക്രട്ടറി ആണല്ലോ. ജില്ലാ സെക്രട്ടറി ആരിൽ നിന്ന് അഭിപ്രായം തേടിയിട്ടാണ് നിർദ്ദേശിച്ചത്? അത് പറയട്ടെ, ഇനിയെങ്കിലും പറയട്ടെ. ആർജവത്തോടെ പാർട്ടിയോടും ജനങ്ങളോടും പറയട്ടെ, എനിക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്ക് തെറ്റുപറ്റി പറയട്ടെ. നിങ്ങൾ എന്ത് തിരുത്തുന്നതാണ് ഇപ്പം നമ്മൾ വിശ്വസിക്കേണ്ടത്? ജനങ്ങൾ വിശ്വസിക്കുന്നത്? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ജനങ്ങളിൽ നിന്നും കൂടെ അഭിപ്രായം തേടുക എന്തിനു വേണ്ടിയിട്ട്? ഈ പാർട്ടിയിൽ അഭിപ്രായം കേൾക്കാതെ കൊണ്ടാണോ? CPM രീതി വെച്ച് ബ്രാഞ്ച് തലം മുതൽ മേലോട്ടുള്ള ഘടകങ്ങളിൽ എടുക്കുന്ന തീരുമാനത്തിൻ്റെ കാർബൺ കോപ്പി എല്ലാ മേൽക്കമ്മിറ്റികൾക്കും കിട്ടും. ലോക്കൽ കമ്മിറ്റി ചർച്ചകൾക്ക് അതിൻ്റെ കാർബൺ കോപ്പി മേൽക്കമ്മിറ്റികൾക്ക് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാർബൺ കോപ്പിയിൽ അവിടെ നടന്ന ചർച്ചകളൊക്കെ ആ കാർബൺ കോപ്പിയിൽ ഉണ്ടാവും. ഏതെങ്കിലും പാർട്ടി ഘടകം പരിശോധിച്ചിട്ടുണ്ടോ? അങ്ങനെ പരിശോധിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമായിരുന്നോ? അത് പരിശോധിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ, പാർട്ടി അംഗങ്ങളുടെ വികാരം പരിഗണിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ ഇത്തരം ഒരു തകർച്ച പാർട്ടിക്ക് ഉണ്ടാകുമായിരുന്നോ? അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദി ആര്? ഇതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ്, നേതൃത്വമാണ്. അതിവിടെ പാർട്ടിയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ റിവ്യൂട്ടിൽ അതിവിചിത്രമായ ചില കാര്യങ്ങൾ ഈ റിവ്യൂവിൽ പറയുന്നുണ്ട്.